നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും സംസ്ഥാന സ്കൂൾ കലോത്സവം ഇത്തവണ ഒരു പരാതിയുമില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. എന്തായാലും ഇത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വലിയ നേട്ടമാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഇതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും പറയാം. നല്ല സംഘാടക ശേഷി തനിക്കുണ്ടെന്ന് കൂടി മന്ത്രി തെളിയിച്ചു. നമ്മുടെ ഈ മോർണിംഗ് ഷോയിൽ മന്ത്രി വി ശിവൻകുട്ടി കൂടി തത്സമയം ചേരുകയാണ് ഈ സന്തോഷം പങ്കുവയ്ക്കാൻ. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. എന്തായാലും അങ്ങേക്ക് നല്ല ടെൻഷനുള്ള ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. പക്ഷേ ആ ടെൻഷൻ ഒടുവിൽ ഏറ്റവും നന്നായിട്ട് ഒരു പരാതി പോലും 12,000 കുട്ടികൾ പങ്കെടുത്ത 30,000 ആളുകൾക്ക് ദിവസവും ചാപ്പാട് നൽകിയ ഒരു കലോത്സവ വേദിയിൽ നിന്ന് ഒരു പരാതി ഉയർന്നു കേട്ടില്ല എന്നുള്ളത് വളരെ അഭിമാനത്തോടെ നമ്മൾ ഓർമ്മിക്കുന്നു. പിന്നെ ഇതൊരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. ആ കൂട്ടായ്മയിൽ എല്ലാവരും അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ വളരെ സത്യസന്ധമായും പ്രോത്സാഹനം അർഹിക്കുന്ന രൂപത്തിലുള്ള സമീപനമാണ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. ന്യൂസ് 24 ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകി എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ജില്ലയ്ക്ക് സമ്മാനമൊക്കെ തന്നെ ന്യൂസ് 24 കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി. അങ്ങയുടെ ചാനലിന് അങ്ങേറ്റത്തെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മൾ ഈ അടുത്ത വർഷം ഈ യുവജനോത്സവം ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായി നിങ്ങളോട് ഇത് പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഞങ്ങൾ ഈ വർഷത്തെ സ്കൂൾ തലം മുതലുള്ള മത്സരങ്ങൾ ഞങ്ങൾ നിരീക്ഷിച്ചു നോക്കി. അതിൽ കണ്ട ചില വിഷയങ്ങളുണ്ട്. ഇതൊരു വൻ സാമ്പത്തിക ബാധ്യതയാണ് ഈ മത്സരാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഡാൻസ് ഇനത്തിലുള്ള കുട്ടികൾക്ക് വഹിക്കേണ്ടി വരുന്നത്. അതിൽ വളരെ പാവപ്പെട്ട കുട്ടികളും ഉണ്ട്. ചില സ്കൂൾ മാനേജ്മെൻ്റ് ആണെങ്കിൽ നല്ല സാമ്പത്തിക ശേഷിയുള്ള സ്കൂൾ മാനേജ്മെൻ്റ് ഉണ്ട്. അതേസമയത്ത് നമ്മളെ ഗവൺമെൻറ് സ്കൂളുകളും എയ്ഡഡ് മാനേജ്മെൻറ്റ് കീഴിലുള്ള ചില സ്കൂളുകൾ ആണെങ്കിൽ സാമ്പത്തിക ശേഷി കുറഞ്ഞ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളാണ്. അപ്പോൾ അവർക്ക് ഈ മത്സരത്തിൽ ഈ സമ്പത്തിൻ്റെ ഒരു വേർതിരിവ് ഈ കാര്യത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഇനമാണല്ലോ കോസ്റ്റ്യൂം എന്നൊക്കെ പറഞ്ഞ ഡാൻസിനെ സംബന്ധിച്ചിടത്തോളം. അക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്ന സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ സ്കൂൾ തലത്തിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികളാണല്ലോ അടുത്ത ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലേക്ക് വരുന്നത്. അപ്പോൾ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും കുറച്ചുകൂടെ ജില്ലാതലത്തിലും സ്കൂൾ തലത്തിലും കുറച്ചുകൂടെ ശ്രദ്ധ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഉള്ളൊരു പ്രധാനമായും സ്കൂൾ തലത്തിൽ ജഡ്ജസിനെ വിളിക്കുന്ന രീതി, റിസൾട്ട് പ്രഖ്യാപിക്കുന്ന രീതി, ജില്ലാതലത്തിൽ ജഡ്ജസിനെ വിളിക്കുന്ന രീതി, അതിനൊരു മാനദണ്ഡം. അപ്പോൾ ഒരു മാനുവലിലൊരു കുറച്ചുകൂടെ ഒരു പരിഷ്കരണം വർത്തമാന കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചും മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ഒരു പരിഷ്കരണം വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിനൊരു ഉന്നതതല സമിതിയെ നിയോഗിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഒരു ആലോചന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആദ്യമായി ന്യൂസ് 24നോട് പങ്കുവയ്ക്കുകയാണ്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. എന്തായാലും അടുത്ത കലോത്സവം എവിടെയാണെന്ന് തീരുമാനിച്ചോ? എന്താണ് അതിൻ്റെ വിവരം? ഇല്ല നമ്മളത് ഈ കലോത്സവം കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും കൂടുതൽ നടന്ന ജില്ലകൾ നോക്കിയ ശേഷം ഏറ്റവും കുറവ് കലോത്സവം നടന്ന ജില്ല ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അത് സമയമുണ്ടല്ലോ, നമുക്കിനി ഒരു വർഷം ഉണ്ടല്ലോ, നോക്കാം. എനിക്ക് തോന്നുന്നു താങ്കളുടെ ഭരണകാലത്ത് യഥാർത്ഥത്തിൽ ഈ ഒരു കലോത്സവം, ഇത്രയും കൂടുതൽ ആളുകൾ വരുന്നൊരു കലോത്സവം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ സംഘടിപ്പിക്കാൻ താമസ സൗകര്യങ്ങൾ, പല പ്രശ്നങ്ങൾ പ്രായോഗികമുണ്ട്. എന്നാൽ പോലും നഗരത്തോട് അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഈ കലോത്സവം സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് താങ്കൾ ആലോചിക്കണം. കാരണം നമ്മുടെ ഗ്രാമങ്ങൾ കുറച്ചുകൂടെ മുഖ്യധാരയിലേക്ക് വരണമല്ലോ. തീർച്ചയായിട്ടും ആലോചിക്കാം. കാരണം നമ്മളിപ്പോൾ ഈ മത്സര ഇനങ്ങളിൽ തന്നെ നമ്മൾ തദ്ദേശ കലാരൂപങ്ങളെ ഉൾപ്പെടുത്തിയത് തന്നെ അങ്ങ് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമാണ്. നമുക്ക് നഗരങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കാതെ ഗ്രാമങ്ങളിലും പോകേണ്ടതായിട്ടുണ്ട്. താമസത്തിൻ്റെ ഈ ഹാളിൻ്റെയൊക്കെ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് എങ്ങനെ പരിഹരിച്ച് അങ്ങനെ കൊണ്ടുപോകാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം നഗരവാസികളെക്കാൾ കുറച്ചുകൂടെ പുതുമ ഉണ്ടായിരിക്കും ഈ കലോത്സവത്തിന് എന്നെനിക്ക് തോന്നുന്നു. അങ്ങയുടെ നിർദ്ദേശം നമുക്ക് ഈ അടുത്ത വെന്യൂ തീരുമാനിക്കുമ്പോൾ അങ്ങയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാം. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. താങ്കളെ ഞങ്ങൾ വ്യക്തിപരമായിട്ടും കൂടി അഭിനന്ദിക്കുന്നു. കാരണം താങ്കൾ ഒരുപാട് സമയം ഈ കലോത്സവ വേദിയിൽ കഴിഞ്ഞത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ താങ്ക് യു. താങ്കളുടെ ഹാർഡ് വർക്കിന് ഫലമുണ്ടായി. ഒരു പരാതിയുമില്ലാതെ കലോത്സവത്തിൻ്റെ കൊടിയിറങ്ങി. താങ്ക് യു. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ബൈ.
എന്തായാലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ കൊടിയിറങ്ങുമ്പോൾ ഏറ്റവും ബാക്കിയാകുന്നത് ഒരു പരാതിയുമില്ലാതെ ഇത്രയധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത കലോത്സവം കടന്നു പോകുന്നു എന്നുള്ളതാണ്. കുട്ടികളെയും രക്ഷിതാക്കളെയും ടീച്ചേഴ്സിനെയും ഇതുപോലെ വിദ്യാഭ്യാസ വകുപ്പിനെ ഒക്കെ നമ്മൾ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. കലോത്സവത്തിൻ്റെ ഒരു ഭാഗമായി ഈ കലോത്സവ വേദിയുടെ അവിടെ ഒരു പവലിയനുമായി നമ്മൾ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്.